ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴക്കാല രോഗങ്ങളിൽ പ്രധാനിയാണ് വയറിളക്ക രോഗം. ORS ലായനിയാണ് രോഗം പ്രതിരോധിക്കാൻ ഉത്തമം. മുൻപത്തെ പോലെ ഈ രോഗം അത്ര അപകടകാരിയല്ലെങ്കിലും അതീവ ജാഗ്രത അത്യാവശ്യമാണ്. വയറിളക്കം മൂലം മരണം സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലുടനീളം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ORS ദിനാചരണം നടത്തി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. നഗരത്തെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള പുതിയ പദ്ധതികളുമായി കോർപ്പറേഷൻ. കരട് വിജ്ഞാപനം സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ ചർച്ച. വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം. ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. വയറിളക്ക രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലയിൽ ബോധവൽക്കരണ പരിപാടികൾ. വാർത്തകൾ വിശദമായി. നഗരത്തെ പ്ലാസ്റ്റിക് മാലിന്യ മുക്തമാക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ. മേയറുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് മാലിന്യമുക്ത നഗരത്തിനായുള്ള ചർച്ചകൾ നടന്നത്. കരട് വിജ്ഞാപനത്തെ സംബന്ധിച്ച് ന്യൂനതകളും ഗുണങ്ങളും യോഗം ചർച്ച ചെയ്തു. പ്ലാസ്റ്റിക് ഖരദ്രവ മാലിന്യ പരിപാലന നിയമാവലി സംബന്ധിച്ചുള്ള കരട് വിജ്ഞാപനമാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കാൻ വിപുലമായ പദ്ധതികളാണ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്നത്. മാലിന്യങ്ങൾ ദിനംതോറും ഏറിവരുന്ന സാഹചര്യത്തിലാണ് മേയറുടെ അധ്യക്ഷതയിലുള്ള യോഗം വിഷയവുമായി ബന്ധപ്പെട്ട് കൌൺസിലർമാരുടെ അഭിപ്രായം തേടിയത്. മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനെതിരെ കർശനമായ നിയമനിർമ്മാണം നടപ്പിലാക്കണമെന്നും പ്ലാസ്റ്റിക് വിരുദ്ധ സംസ്കാരം പടുത്തുയർത്താനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും കൌൺസിലർമാർ അഭിപ്രായപ്പെട്ടു. ഖരമാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാൻ പുതിയ നിയമാവലികൾ കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിടങ്ങളിൽ നിന്നുള്ള മാലിന്യം, തെരുവിലെ മാലിന്യം, അലക്ഷ്യമായ മാലിന്യ നിക്ഷേപങ്ങൾ, ഓവുചാലിലെ മാലിന്യങ്ങൾ തുടങ്ങി നഗരത്തിലെ മാലിന്യങ്ങളുടെ ഉറവിടം കണ്ടെത്താനും പദ്ധതിയിലൂടെ കഴിയും. ഇത്തരം മാലിന്യങ്ങൾ നിയന്ത്രിക്കാനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ യോഗം ചർച്ച ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്താനും വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകം സംവിധാനം ഒരുക്കാനും നഗരസഭ ഊന്നൽ നൽകുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സാമൂഹ്യാവബോധം സൃഷ്ടിക്കണമെന്ന ആവശ്യം യോഗത്തിൽ കൌൺസിലർമാർ മുന്നോട്ടുവച്ചു. ഈ സ്വച്ഛ ഭാരത് ഭാഗമായി തുടങ്ങിയിട്ട് ജനങ്ങളിൽ ചെറിയൊരു ബോധം വന്നിട്ടുണ്ട്. അത് പൂർത്തികളാക്കാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുക. അതുപോലെ തന്നെ റെസിഡൻസിന് നമുക്ക് പാരിതോഷികം കൊടുക്കുന്ന ഓരോ വാർഡിലും നന്നായി ചെയ്യുന്ന രക്ഷകൾ പാരിതോഷികം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടാക്കാൻ നന്നായിരിക്കുന്ന അഭിപ്രായമുണ്ട്. ചേരികൾക്ക് പൂർണ്ണ ശുചിത്വം നേടിക്കൊടുക്കുന്നതിനു വേണ്ടി സാമൂഹ്യ സംഘടനകളുടെ പുതിയ പദ്ധതി നടപ്പിലാക്കും. ഖരമാലിന്യങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങൾ നിക്ഷേപിക്കുന്നതിനു വേണ്ടിയുള്ള നിർമ്മാർജ്ജന സ്ഥാനം കണ്ടെത്താനും സീവേജ് മാലിന്യങ്ങൾ കുറയ്ക്കാൻ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കാനും യോഗം പ്രഥമ പരിഗണന നൽകി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ശുചിത്വ നഗരം എന്ന ആശയം പ്രാബല്യത്തിൽ വരുത്താനുള്ള മുന്നൊരുക്കത്തിലാണ് കോഴിക്കോട് നഗരസഭ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം. കോഴിക്കോട് SBI പ്രധാന ശാഖയ്ക്ക് മുമ്പിൽ ബാങ്ക് ജീവനക്കാർ നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1969 ബാങ്ക് ദേശസാൽക്കരണമാണ് ഇന്ത്യയിലെ ബാങ്കിങ്ങിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. തുടർന്ന് ബാങ്ക് ശാഖകൾ ഗ്രാമങ്ങളിലുമെത്തി. എന്നാൽ 1991 തുടങ്ങിയ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി ബാങ്കുകളുടെ പ്രവർത്തന അജണ്ട മാറിയിരിക്കുകയാണ്. നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചും ചെറിയ വായ്പക്കാരെ അവഗണിച്ചും കോർപ്പറേറ്റ് വായ്പകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും അതനുസരിച്ച് കിട്ടാക്കടങ്ങൾ പെരുകുകയും ചെയ്തു. പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനും സംയോജിപ്പിക്കാനുമുള്ള നീക്കങ്ങളും ആരംഭിച്ചു. പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുക, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ നിലനിർത്തുക, കോർപ്പറേറ്റ് കിട്ടാക്കടങ്ങൾക്ക് അറുതി വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മൊത്തം ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്.
ജില്ലയിൽ SBI പ്രധാന ശാഖയ്ക്ക് മുന്നിൽ നടന്ന ധർണ EK വിജയൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തി CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം പറഞ്ഞു. മേഖലകളിൽപ്പെട്ട കോർപ്പറേറ്റ് തമ്പുരാക്കന്മാരുടെ വൻകിടക്കാരുടെ ആർത്തികളെ വ്യാപകങ്ങളെ അതിനെല്ലാം തലവലിക്കാൻ വേണ്ടിയുള്ള ഭ്രാന്ത് പിടിച്ച സാമ്പത്തിക നയങ്ങൾക്കാണ് അവർ വികസനമെന്ന ഓമനത്തിനിട്ട് വിളിക്കുന്നത്. ആ വികസന പാത ലോകത്തെവിടെയും ജനങ്ങളുടെ ഭൂരിപക്ഷം പേരെയും ദുരിതങ്ങളിലേക്ക് ആർത്തിയ കാര്യം പച്ച പരമാർത്ഥമല്ലേ. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരം സാധാരണക്കാരന് വൻ തിരിച്ചടിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് M രാജു ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. UFBU കൺവീനർ KB സൂരി, A രാഘവൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിലാളി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ് HMS എന്ന് സംഘടനാ അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. HMS ജില്ലാ നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി പ്രസ്ഥാനമായ HMS അതിന്റെ ജില്ലാ ഘടകത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ജില്ലാ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. HMS അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ MPയുമായ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന മറ്റു തൊഴിലാളി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ് HMS എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് HMSന്റെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കേവലം ചട്ടുകമായി ആ കക്ഷികൾ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഗൊഗോ പാടുവാൻ, അവർക്ക് ഹല്ലേലൂയ വിളിക്കുവാൻ, അവർ പറയുന്ന തെറ്റായ കാര്യങ്ങളെയോ ശരിയായ കാര്യങ്ങളെയോ യാതൊരു തരത്തിലും വേർതിരിക്കാതെ സ്വാഗതം ചെയ്യാൻ നിർബന്ധിതമായ രാഷ്ട്രീയ പ്രേരിതമായ ട്രേഡ് യൂണിയനുകൾക്ക് അതീതമായി അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. V കൃഷ്ണദാസ്, ബിജു ആന്റണി, CN വിജയകൃഷ്ണൻ, OP ശങ്കരൻ, P കിഷൻചന്ദ്, P പ്രദീപ് കുമാർ, AT ശ്രീധരൻ, ജീജാദാസ്, T ദിവാകരൻ, സുന്ദരൻ മണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. KM ഉണ്ണിരി, C ബാലൻ, AM ഗംഗാധരൻ തുടങ്ങി മുതിർന്ന തൊഴിലാളി നേതാക്കളെ ആദരിക്കുകയും ചെയ്തു. നീലിയോട്ട് നാണു, ജയകുമാർ എഴുത്തുംപള്ളി, SK കുഞ്ഞിമോൻ, മനേഷ് കുളങ്ങര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയറിളക്ക രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസും സെമിനാറും നടന്നു. ORS ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡോക്ടർ ജീജ MP നിർവഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലുടനീളം ബോധവൽക്കരണം നടത്താനാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. ORS ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ DMO ഡോക്ടർ ജീജ MP നിർവഹിച്ചു. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ജില്ലയിലുടനീളമാണ് ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും നടത്തുന്നത്. ജില്ലാതല സെമിനാറിൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻദാസ് വിഷയാവതരണം നടത്തി. ഡോക്ടർ രമേശൻ, ഡോക്ടർ സരള നായർ, ഡോക്ടർ അജിത്, KJ മോഹനൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. വയറിളക്കം മൂലം മരണം സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലുടനീളം ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. നിർജ്ജലീകരണം തടയാൻ ORS ലായനി ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു തവണ തയ്യാറാക്കിയ ലായനി 24 മണിക്കൂർ വരെ ഉപയോഗിക്കാം. എല്ലാ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ORT കോർണറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വയറിളക്കം ബാധിച്ചെത്തുന്നവർക്ക് ഇവിടെ നിന്ന് ORS ലായനി ലഭ്യമാകും. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ നൽകുന്നതും നിർജ്ജലീകരണം തടയുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഗോഡൌൺ താമരശ്ശേരി വാവാടേക്ക് മാറ്റുന്നതിലൂടെ തൊഴിലാളികളുടെ ജോലി നഷ്ടമാകുമെന്ന് സിവിൽ സപ്ലൈസ് ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി. 40ഓളം വരുന്ന അറ്റാച്ച്ഡ് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഗോഡൌൺ താമരശ്ശേരിയിലേക്ക് മാറ്റുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഗോഡൌൺ മാറ്റുന്നതിന്റെ ഭാഗമായി 40 തൊഴിലാളികളുടെ ജോലിയാണ് നഷ്ടമാകുന്നത്. ഈ 40 തൊഴിലാളികളും വെള്ളയിൽ ഗോഡൌണിലെ അറ്റാച്ച്ഡ് തൊഴിലാളികളാണ്. 92 റേഷൻ ഷോപ്പുകളിലേക്കുള്ള 110 ലോഡിന്റെ വർക്കാണ് താമരശ്ശേരിയിലേക്ക് മാറ്റുന്നത്. ഇത് സർക്കാരിന് ഏറെ നഷ്ടമുണ്ടാക്കുന്നുവെന്ന് സിവിൽ സപ്ലൈസ് ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വെള്ളയിൽ സർക്കാരിന്റെ തന്നെ സ്ഥലമുള്ളപ്പോൾ വാവാട് സ്വകാര്യ വ്യക്തിക്ക് വൻ വാടക നൽകി ഗോഡൌൺ നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗോഡൌൺ മാറ്റുന്ന നടപടിക്ക് പിന്നിൽ വാവാട് സ്വകാര്യ ഗോഡൌൺ ഉടമയും ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും റേഷൻ ഡീലേഴ്സ് അസോസിയേഷനിലെ ചിലരുമാണെന്നും അവർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 40 വർഷക്കാലമായി
അവിടെ 44 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. വെള്ളയിലെ ഗോഡൌൺ താമരശ്ശേരിയിലേക്ക് മാറ്റുന്നത് നിർത്തിവെക്കണമെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയും സർക്കാരും ഉടൻ ഇടപെടണമെന്നും തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പോരുവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. അതെ, ആടിമാസാണ്, നമുക്ക് ഷോപ്പ് ചെയ്യണം. പക്ഷേ ഷോപ്പിംഗ് നല്ല ഒറിജിനൽ ആടി സെയിലിൽ നിന്നായിരിക്കണം. ഇതിലുണ്ടോ ഒറിജിനലും അല്ലാത്തത്? എടാ, പൂരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, പക്ഷെ തൃശൂർ പൂരം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് കല്യാൺ സിൽക്സിന്റെ ആടി സെയിൽ. ആടിമാസക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ അവരുടെ പുതിയ കളക്ഷൻസ് കല്യാൺ സിൽക്സിന് നൽകുന്നത് വലിയ വിലക്കുറവിലാണ്. ആ കിഴിവ് കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ നമുക്ക് കൈമാറുന്നു. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൌസിലെ പുതിയ കളക്ഷൻസ്. കല്യാൺ സിൽക്സ് ഒറിജിനൽ ആടി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. അപ്പോ ഈ ആടി നമുക്ക് പൂരാക്കണം. വെറും പൂരമല്ല മോനെ, നല്ല ഒറിജിനൽ തൃശൂർ പൂരം. കല്യാൺ സിൽക്സ് ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം, വെസ്റ്റീൽ, കാലിക്കറ്റ്. ഫോൺ 0495238655, 23867888, 8606165222. വാർത്തകൾ തുടരുന്നു. കർക്കിടക മാസക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി BM ഗേൾസ് സ്കൂളിൽ കർക്കിടക ഫെസ്റ്റ് 2016 സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റും എക്കോ ക്ലബും സംയുക്തമായാണ് വിവിധങ്ങളായ കർക്കിടക വിഭവങ്ങൾ തയ്യാറാക്കിയത്. ഫെസ്റ്റ് ഫാദർ TJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസക്കാലത്തെ ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനാണ് കർക്കിടക ഫെസ്റ്റ് 2016 സംഘടിപ്പിച്ചത്. BM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും എക്കോ ക്ലബും സംയുക്തമായി നടത്തിയ പരിപാടി ഫാദർ TJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം പുതുതലമുറ തിരിച്ചറിയണമെന്നും കൃത്യമായ ഭക്ഷണചര്യകളും ജീവിത രീതികളും ജീവിതത്തിൽ പകർത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബാഡ് ടൈമിൽ ആഹാരത്തിന് സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് താളിയിലേക്കും തകരിയിലേക്കും ഒക്കെ മനുഷ്യർ തിരിയുന്നു. ഒരുപക്ഷെ അത് സാന്ദർഭികമാകാം എങ്കിലും ആ സമയത്തുള്ള അനാരോഗ്യത്തെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം പ്രകൃതി വിഭവങ്ങളാണ് എന്ന തിരിച്ചറിവാണ് ഇന്നത്തെ ഫെസ്റ്റിന്റെ പിന്നിലുള്ളത്. കർക്കിടക ഫെസ്റ്റിനോടനുബന്ധിച്ച് ധാന്യങ്ങൾ കൊണ്ടൊരുക്കിയ വിഭവങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. വിവിധ തരം തോരനുകൾ, പുഴുക്കുകൾ, പായസങ്ങൾ തുടങ്ങി രുചിവൈവിധ്യത പകർന്നു നൽകിയായിരുന്നു കർക്കിടക ഫെസ്റ്റ്. നവധാന്യങ്ങൾ കൊണ്ടൊരുക്കിയ വിഭവങ്ങളും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മദർ PTA പ്രസിഡന്റ് സ്മിത ജയരാജ് അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസിലി ജോൺ, കൂടരഞ്ഞി ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ സിമി, വത്സല ജോൺ, നിഷാകുമാരി, റീന KP തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോയ കാലത്തിന്റെ ഭക്ഷണചര്യകളും ജീവിത രീതികളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കർക്കിടക ഫെസ്റ്റ്. BM HSS സ്കൂളിലെ പെൺകുട്ടികളാണ് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി ഫെസ്റ്റ് വ്യത്യസ്തമാക്കിയത്. കർക്കിടക മാസത്തിൽ ആരോഗ്യം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് BM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പെൺപട. ആരോഗ്യ പരിപാലനത്തിനായി പെൺകൂട്ടം തയ്യാറാക്കിയത് പ്രകൃതിദത്തമായ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ പുഴുക്കുകളും വിവിധങ്ങളായ പായസങ്ങളുമാണ്. ചേമ്പിൻതാള്, കാച്ചിൽ, ചേന, കൂർക്ക, ചക്ക തുടങ്ങിയ നാടൻ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ പുഴുക്കുകൾ പോയ കാലത്തിന്റെ രുചികളെ നുകരാനുള്ള അവസരമായി. വിവിധ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ കർക്കിടക കഞ്ഞി ഫെസ്റ്റിനെ ഏറെ വ്യത്യസ്തമാക്കി. വിവിധ തരം തോരനുകൾ കൊണ്ടൊരുക്കിയ വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായിരുന്നു. ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു തന്നെ ഞങ്ങൾക്കൊരു അറിവില്ലായിരുന്നു. ഇത്തരത്തിലൊരു ഫെസ്റ്റ് നടത്തിയത് കൊണ്ടാണ്, കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസ്റ്റുകൾ നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, വച്ചിരുന്നു എന്നതിനെ കുറിച്ചുള്ള പുതിയ അറിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. തഴുതാമ, ചെറുള, ചേമ്പിൻതാള്, പയറില, മുളകില, കൂവക്കൊടി, മത്തനില, കുമ്പളമില, തകര, ചീര തുടങ്ങിയ നാടൻ ഔഷധ ഇലകൾ കൊണ്ടാണ് വിഭവസമൃദ്ധമായ തോരൻ ഒരുക്കിയത്. നാവിൽ കൊതിയൂറും ചമ്മന്തികളും ഫെസ്റ്റിന്റെ ഭാഗമായി. വ്യത്യസ്തമായ മുളകില ചമ്മന്തി, കാന്താരി ചമ്മന്തി, പുതിനയില ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി തുടങ്ങി ഈ വിഭാഗത്തിലും വൈവിധ്യത ഏറെയായിരുന്നു. ആവി പറക്കുന്ന ഔഷധ കഞ്ഞിയും ജീരക കഞ്ഞിയും നാവിൽ കൊതി പരത്തി. നവധാന്യ പായസം,
ഈന്തപ്പുഴുക്ക്, മുത്താറിപ്പുട്ട്, റാഗിമിഠായി, പഴംചക്ക, വരിക്കച്ചക്ക തുടങ്ങിയവ കർക്കിടക മാസത്തിന്റെ വരവറിയിച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി. വിഭവങ്ങൾക്കൊപ്പം ചൂട് ചുക്കുകാപ്പി കൂടി സജ്ജമായതോടെ ഫെസ്റ്റ് പൂർണ്ണതയിലെത്തി. ആരോഗ്യ പരിപാലനത്തിന് ഒരുക്കിയ ഭക്ഷണം ആവോളം കഴിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ പ്രമേയം പാസാക്കിയതോടെ മലാപ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടി ലഘൂകരിക്കപ്പെട്ടെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലാപ്പറമ്പ് AUP സ്കൂൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യം ഒപ്പുവെച്ച ഫയൽ മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കുന്നതായി ബന്ധപ്പെട്ടതാണെന്ന് അഭിമാനപൂർവ്വം വ്യക്തമാക്കിയ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്റെ ആദ്യ കോഴിക്കോട് സന്ദർശനത്തിൽ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ആ സ്കൂൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ ആരാഞ്ഞു. പ്രദീപ് കുമാർ MLA-ക്കൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ എത്തിയ അദ്ദേഹം പിഞ്ചു കുഞ്ഞുങ്ങളെ താലോലിച്ചും കുശലാന്വേഷണങ്ങൾ നടത്തിയും അവരുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നു. നിയമസഭയിൽ സ്കൂൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിക്കൊണ്ട് ഏറ്റെടുക്കൽ നടപടികൾ ലഘൂകരിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ ശമ്പള പ്രശ്നം നിയമ തടസ്സങ്ങൾ നീക്കിയ ശേഷം പരിഹരിക്കും. ഏറ്റെടുക്കൽ പൂർത്തിയായ സ്കൂൾ മലാപ്പറമ്പിലേക്ക് തന്നെ മാറ്റും. തുടർന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നായി അതിനെ മാറ്റുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടി കുറെ കൂടി ലഘൂകരിക്കുന്ന രീതിയുണ്ട്. അതനുസരിച്ച് വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് മലാപ്പറമ്പ് സ്കൂള് സർക്കാർ ഏറ്റെടുക്കും. മാർക്കറ്റ് വിലയും ആകർഷകമായ പുനരധിവാസ പാക്കേജും മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഭൂവുടമകളുടെ സഹകരണത്തോടെ ഭൂമി ഏറ്റെടുത്ത് കോഴിക്കോട് വിമാനത്താവളം നിലനിർത്താൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ത്രിതല പദ്ധതികളിലൂടെ ഇതിന് പരിഹാരം കാണണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേ റീകാർപ്പറ്റിംഗിന്റെ പേരിൽ താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ച വലിയ വിമാനങ്ങൾ ഉടൻ സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഇതിനായി വ്യോമയാന മന്ത്രാലയത്തിലും DGCAയിലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലും സർക്കാർ സമ്മർദ്ദം ചെലുത്തണം. മലബാറിന്റെ ഏക ആശ്രയമായ കോഴിക്കോട് വിമാനത്താവളം നഷ്ടപ്പെടാതിരിക്കാൻ ഭൂവുടമകൾക്ക് ആകർഷകമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കണം. അമിത വിമാന നിരക്ക് ഈടാക്കുന്നതിന് അറുതി വരുത്താൻ കേരള സർക്കാരും ലോക്സഭ രാജ്യസഭാംഗങ്ങളും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണം വേഗം പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കണമെന്നും MDC ഭാരവാഹികൾ പറഞ്ഞു. എയർപോർട്ട് ഡയറക്ടർ പറഞ്ഞു, ഭൂമി ഏറ്റെടുത്തെടുക്കാൻ താമസം വരികയാണെങ്കിൽ എയറോഡ്രോമിന്റെ ലൈസൻസ് ഇല്ലാതെയാവുമെന്ന് പറഞ്ഞു. അന്ന് ഈ സൂചന ആശങ്ക നമുക്കുണ്ട്. എയർപോർട്ട് ഇല്ലാതാവുന്നതിന്റെ മുന്നോടിയാണ് ഈ നീക്കം നമ്മളത് മനസ്സിലാക്കിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CE ചാക്കുണ്ണി, ഖജാൻജി ME കുഞ്ഞാമു, അഡ്വക്കേറ്റ് AK അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. കലാലോകത്തിന്റെ സ്പന്ദനമറിഞ്ഞ് വീണ്ടും ആർട്ട് ഗാലറി. പ്രകൃതി സൗന്ദര്യവും ഓയിൽ പെയിന്റിംഗ് വൈവിധ്യവുമായി സഹോദരിമാർ. സിത്താര വാഴയിൽ K മോളി ശശികല എന്നിവരുടെ ചിത്രപ്രദർശനമായ റിഫ്ലക്ഷൻസ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. അക്രിലിക്കിൽ പ്രകൃതി ദൃശ്യങ്ങളുടെ വിവരണമാണ് സിത്താര വാഴയിൽ ചെയ്തിരിക്കുന്നത്. ബ്രഷും കത്തിയും ഉപയോഗിച്ചുള്ള രചനയിൽ പഴയ നാട്ടിൻപുറവും വറ്റാത്ത പുഴയും വള്ളവും പാതാറും പാലവും കുന്നും മലകളുമൊക്കെ കാണാം. ഒറ്റയടി പാതകളും വൻമരങ്ങളും തരിപോലും ഇടിയാത്ത കുന്നുകളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അധ്യാപിക കൂടിയായ സിത്താര നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നേച്ചർ പിക്ചേഴ്സാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം അതാണ് കൂടുതൽ ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ നൈഫ് കൊണ്ട് വരയ്ക്കാനും ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ പെയിന്റിങ്സ് ഒക്കെ പാലറ്റ് നൈഫ് എന്ന് പറയും, നൈഫ് കൊണ്ടുള്ള പെയിന്റിങ്സ് ആണ് കുറേ. അക്രിലിക്കിലാണ് കൂടുതലായിട്ട് വരച്ചിട്ടുള്ളത്. ഏകദേശം 20 പെയിന്റിങ്സ് ആണ് ഇപ്പോൾ എക്സിബിഷനായിട്ട് കൊണ്ടുവന്നത്. അതിൽ മെയിനായിട്ട് ഒരു 50% ഓയിൽ പെയിന്റിങ്സ് ആണ്. ഇത് പെയിന്റിങ് എന്നും എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലും അതിനുള്ള സമയം കണ്ടെത്തുകയാണ്. ഉദയാസ്തമയങ്ങൾ പ്രകൃതിയിൽ അവതരിപ്പിക്കുന്ന വർണ്ണവിസ്മയങ്ങളുടെ മനോഹരമായ കാഴ്ചയും സിത്താരയുടെ രചനകളിൽ കാണാം. മോളി ശശികല പ്രദർശനത്തിനെത്തിച്ചിരിക്കുന്നത് ഏറെയും ഓയിൽ പെയിന്റിങ്ങുകളാണ്. രാജാ രവിവർമ്മ ശൈലിയിൽ ചെയ്ത രചനകളാണ് ഏറെയും. വാട്ടർ കളർ രചനകളും പ്രദർശനത്തിലുണ്ട്. ത്രിമാന ഭംഗി നൽകുന്ന രചനകളിൽ സൗന്ദര്യത്തിനാണ് ഏറെ പ്രാധാന്യം നൽകിയത്. പ്രദർശനം 31-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഞങ്ങൾക്കേ ബില്ല് വേണ്ട,
അപ്പൊ ടാക്സ് കുറയില്ലേ? നമ്മക്ക് പറ്റില്ലാട്ടാ. ബില്ലില്ലാണ്ട് ഒരു തരി സ്വർണം പോലും ഇത് പുറത്തേക്കാ പോവില്ല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥരോ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ലാച്ചാ സംഗതി കഴിയുന്ന പോ. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.25%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ, ബില്ലെടുത്തോളൂ. സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങൂ. അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി അനുസ്മരണവും സംഗീതോത്സവവും ഓഗസ്റ്റ് 6 വടകരയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അനുസ്മരണ പരിപാടികൾ ഹരിപ്പാട് KPN പിള്ള ഉദ്ഘാടനം ചെയ്യും. സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ 3ാം ചരമവാർഷികവും സംഗീതോത്സവവും ആഗസ്റ്റ് 6 വടകരയിലാണ് സംഘടിപ്പിക്കുന്നത്. അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി ചലച്ചിത്ര ഗാനാലാപന മത്സരം, പുസ്തക പ്രകാശനങ്ങൾ, സംഗീത നാദാർച്ചന, പാട്ടിന്റെ പാലാഴി എന്ന ചലച്ചിത്ര ഗാന സദസ്സുമുണ്ടാകും. പരിപാടികൾ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ശിഷ്യനും കൂടിയായ സംഗീതജ്ഞൻ ഹരിപ്പാട് KPN പിള്ള ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര ഗാനാലാപന മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗസ്റ്റ് 31 9474783113 എന്ന നമ്പറിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മണലിൽ മോഹനൻ, ETK പ്രഭാകരൻ എന്നിവർ പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുമെന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. പ്രിസം പദ്ധതിയുടെ ഭാഗമായി കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൾട്ടിപർപ്പസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരം തിരിച്ചുപിടിക്കുകയും പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. പ്രദീപ് കുമാർ MLA പ്രിസം പദ്ധതി പ്രകാരം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മൾട്ടിപർപ്പസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം അടിമുടി മാറ്റിമറിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബജറ്റിൽ 2000 കോടി രൂപ വകയിരുത്തിയത് തന്നെ മാറ്റത്തിന്റെ ശരിയായ സൂചനയാണ്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ആക്കും. പ്രിസം പദ്ധതിയിൽ കോഴിക്കോട് നടക്കാവ് സ്കൂളിനെ മാറ്റിയെടുത്തതുപോലെ സംസ്ഥാനത്തെ 1000 പൊതുവിദ്യാലയങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം സമൂലമായി അഴിച്ചുപണിയാനുള്ള നടപടിക്രമങ്ങളുടെ മുൻഗണന നിശ്ചയിച്ചു വരികയാണിപ്പോൾ. ബജറ്റ് നടപടികൾ പൂർത്തിയാവുന്നതോടെ സർക്കാർ പ്രായോഗിക നടപടികളിലേക്ക് നീങ്ങും. താൻ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഒപ്പിട്ടത് മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള ഫൈനലാണെന്നത് ഈ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന് തെളിവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം കേരളത്തിന്റെ തനിമയായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കാൻ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ശക്തമാകണം. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ചടങ്ങിൽ പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ, കൌൺസിലർ ബീന രാജൻ, പ്രിൻസിപ്പൽ രമ, പ്രധാനാധ്യാപിക TK അജിതകുമാരി, ഡോക്ടർ KK കുഞ്ഞാമുദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസനങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ വിജയം കണ്ട യാത്രി ടിക്കറ്റ് സുവിധാ കേന്ദ്ര. ഇന്ത്യയിൽ ആദ്യമായി പ്രപഞ്ചം ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മണിക്കൂറുകൾ ക്യൂ നിൽക്കാതെ YTSK സംവിധാനം വഴി ഇനി എളുപ്പത്തിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. റെയിൽവേ ടിക്കറ്റിനു വേണ്ടി ഇനി ആർക്കും ക്യൂ നിൽക്കേണ്ടി വരില്ല. YTSK സംവിധാനത്തിലൂടെ പ്രപഞ്ചം ടൂർസ് ആൻഡ് ട്രാവൽസ് ഇനി യാത്രക്കാർക്ക് എളുപ്പത്തിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കും. കോഴിക്കോട്ടെ യാത്രി ടിക്കറ്റ് സുവിധാ കേന്ദ്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. റെയിൽവേ ടിക്കറ്റിനു വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നവരാണ് നമ്മൾ. സമയം നഷ്ടപ്പെടുത്തിയുള്ള ക്യൂകൾ വിരസമാണെന്നറിഞ്ഞിട്ടും യാത്ര സുഖകരമാകാൻ പലരും ക്യൂവിൽ തുടരുന്നു. ഇങ്ങനെയുള്ള നീണ്ടൻ ക്യൂകൾ ചില്ലറ ബുദ്ധിമുട്ടുകളല്ല സൃഷ്ടിക്കുന്നത്. ഇനി എന്തായാലും റെയിൽവേയെ പഴിച്ച് ആർക്കും ടിക്കറ്റിനായി ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സംവിധാനമാണ് യാത്രക്കാർക്ക് ആശ്വാസവുമായി എത്തുന്നത്. YTSK സംവിധാനം, അതായത് യാത്രി ടിക്കറ്റ് സുവിധാ കേന്ദ്ര.
യാത്രക്കാരുടെ സമയം നഷ്ടപ്പെടാതെ എളുപ്പത്തിൽ ഈ കേന്ദ്രത്തിൽ നിന്ന് ടിക്കറ്റുകൾ എടുക്കാം. പൊതുജനങ്ങൾക്ക് YTSK വഴി എളുപ്പത്തിൽ സേവനം ലഭിക്കുമെന്ന് പ്രപഞ്ചം ടൂർസ് ആൻഡ് ട്രാവൽസ് MD വിനോദ് കുമാർ പറയുന്നു. ജനങ്ങളെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 8 മണിക്ക് ഇത് ഓപ്പൺ ചെയ്താൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ 8 മണിക്ക് ഓപ്പൺ ചെയ്താൽ രാത്രി 8 മണി വരെ പ്രവർത്തനം ഉണ്ടാവും. അത്രയും ജനങ്ങൾക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് പോകാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത്. 6 വർഷത്തെ സേവന പരിചയം, ടിക്കറ്റ് വിൽപ്പനയിൽ മുൻപന്തിയിൽ സ്ഥാനം, CCTV, 350 സ്ക്വയർ ഫീറ്റിൽ യാത്രക്കാർക്ക് പൂർണ്ണ സൌകര്യം തുടങ്ങിയ റെയിൽവേയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് YTSK സംവിധാനത്തിനായി തെരഞ്ഞെടുക്കുന്നത്. മറ്റ് ടിക്കറ്റ് കൌണ്ടറുകളെ അപേക്ഷിച്ച് യാത്രീ ടിക്കറ്റ് സുവിധാ കേന്ദ്രത്തിൽ തിരക്ക് വളരെ കുറവാണ്. കോഴിക്കോട് YTSK സംവിധാനം ഒരു പരിധിവരെ തിരക്ക് കുറച്ചിട്ടുണ്ടെന്ന് കോഴിക്കോട് സ്റ്റേഷൻ മാനേജർ ജോസഫ് മാത്യുവും പറയുന്നു. അവർ ചെയ്യുന്ന സർവീസിന് ഒരു പാസഞ്ചറിൽ നിന്ന് 30 രൂപ ഒരു സർവീസ് ചാർജ് കളക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സർവീസാണ് അവിടെ നടക്കുന്നത്. റിസർവേഷൻ കൗണ്ടറിൽ ആളുകൾക്ക് വരാതെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സൗകര്യമാണ് അത്. അവിടെ യാത്രക്കാർക്ക് ഉപകാരപ്രദമാണത്. പ്രവൃത്തി ദിവസങ്ങളിൽ റെയിൽവേ ടിക്കറ്റ് കൌണ്ടർ രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുമ്പോൾ YTSKയിൽ രാത്രി 10 മണി വരെ ടിക്കറ്റുകൾ ലഭിക്കും. യാത്രീ ടിക്കറ്റ് സുവിധാ കേന്ദ്രത്തിൽ സാധാരണ ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ് ഈടാക്കുന്നത്. പെർ ഹെഡിന് 30 രൂപയാണ് ചാർജ്. ഇതിൽ 8 രൂപ റെയിൽവേക്കും 12 രൂപ സ്ഥാപനത്തിനും. തുച്ഛമായ ലാഭം മാത്രമാണ് സ്ഥാപനത്തിന് ടിക്കറ്റ് കൌണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്രയേറെ ജനോപകാര പ്രവർത്തനങ്ങൾ ഇതാദ്യമായാണ് ഒരു സ്വകാര്യ സ്ഥാപനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സേവനങ്ങളെ സംബന്ധിച്ച് റെയിൽവേ പരിസരത്ത് പുതിയ ബോർഡ് സ്ഥാപിക്കാൻ കഴിയാത്തത് ഒരു പരിധിവരെ YTSK സംവിധാനത്തെ ത്വരിതപ്പെടുത്തുന്നു. റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഇനി പച്ചക്കൊടി കാണിച്ചെങ്കിൽ മാത്രമേ പദ്ധതി പ്രതീക്ഷിച്ച വിജയം കാണൂ. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണെങ്കിലും കോഴിക്കോട്ടെ YTSK സംവിധാനം പൂർണ്ണ വിജയം തന്നെ. സർക്കാരിന്റെ ഇത്തരം കേന്ദ്രങ്ങൾ മുഖേനയുള്ള സൌകര്യങ്ങൾ ഇനിയും ജനങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം ശ്രുതി തിരുവമ്പാടി. കാലിക്കറ്റ് സിൻഡിക്കേറ്റ് യോഗം ഡോക്ടർ N വീരമണികണ്ഠന്റെ ഡോക്ടറേറ്റ് പുനഃപരിശോധിക്കണമെന്ന നടപടി സ്വീകരിക്കരുതെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ. കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരള സർവകലാശാലയിലെ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ N വീരമണികണ്ഠന്റെ PhDക്ക് അവഗണന കാണിക്കുന്ന കാലിക്കറ്റ് സിൻഡിക്കേറ്റിനെതിരെ നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടി മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സിൻഡിക്കേറ്റ് യോഗം ഡോക്ടർ N വീരമണികണ്ഠന്റെ ഡോക്ടറേറ്റ് പുനഃപരിശോധിക്കണമെന്ന നടപടി സ്വീകരിക്കരുതെന്ന് പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. രാംദാസ് വെങ്ങേരി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ജോൺസൺ നെല്ലിക്കുന്ന്, TV ബാലൻ പുല്ലാളൂർ, പ്രകാശൻ പടിഞ്ഞാറ്റുമുറി, KV സുരേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാരിന്റെ ഭരണകാലത്ത് നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ സർക്കാരിൽ നിന്നും അനുകൂല ഇടപെടലുകൾ പ്രതീക്ഷിച്ച് നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 9 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ജൂലൈ 31 കാസർകോട്ട് M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ ഖനനം സർക്കാർ നിയന്ത്രണത്തിലാക്കുക എന്നീ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 10 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. മാർച്ച് LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്യുമെന്നും PBCA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള പുതിയ പദ്ധതികളുമായി കോർപ്പറേഷൻ. കരട് വിജ്ഞാപനം സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ ചർച്ച. വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം. ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. വയറിളക്ക രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലയിൽ ബോധവൽക്കരണ പരിപാടികൾ.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.